അല്ലെങ്കിൽ അതായത് അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലാണ് ഉള്ളത്. 12:18 എന്താണ്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ബൈബിളിലെ ഏറ്റവും വലിയൊരു വാക്കാണ്, ഏറ്റവും വലിയ പദവിയാണ്. എന്താണ്? ദാസൻ ഓർ ദാസി. എല്ലാവരെയും ദൈവം ദാസനെന്ന് വിളിക്കത്തില്ല, എല്ലാവരെയും ദൈവം ദാസിയെന്നും വിളിക്കത്തില്ല. നമ്മൾ പറയുന്ന മാനുഷികമായ അടിമത്തത്തിൻ്റെ രീതിയിലുള്ള ദാസനും ദാസ്യമല്ല ബൈബിളിലെ ദാസനും ദാസിയും. ബൈബിളിലെ ദാസൻ എന്ന് പറയണത് നമുക്കറിയാം എന്താണ്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഇപ്പം മത്തായി ശ്ലീഹയുടെ സുവിശേഷം 12:18, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പം ആത്മാവ് പ്രസാദിച്ച ആളിനാണ് ദാസൻ. അവിടെയാണ് വിഷയം. അപ്പം അല്ലെങ്കിൽ ദാസൻ്റെ മേലാണ് ആത്മാവ് പ്രസാദിക്കണത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ആരാണ് ദാസൻ, ആരാണ് ദാസി? ആരാണ് ദാസൻ, ആരാണ് ദാസി എന്നറിയാൻ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ലൂക്കാസ് വിശേഷമാണ് നല്ലത്. എന്താ കാര്യം? അമ്മ ഇതുപോലെ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:34. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാമെന്നാണ്. കാര്യം നമ്മുടെ ഉടമ്പടിയുടെ ഭയങ്കരമായ ഒരു വചനമാണത്. അതാണ് ഇതെങ്ങനെ സംഭവിക്കും. ഇപ്പോൾ 13 വർഷമായിട്ട് മക്കളില്ല. ഡോക്ടർ പറഞ്ഞു, കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയിലും പോയെന്നവർ പറയുന്നു, ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴവളുടെ അമ്മ പറയും, നീ കൃപാസനം വരെ ഒന്ന് പോയി നോക്ക്. അപ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? കാര്യം ഞാൻ ചെയ്യാവുന്ന എല്ലാം ചെയ്ത് നേരത്തെ കാഴ്ച എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്, എങ്ങനെ സംഭവിക്കാനാണ്? പക്ഷെ അതിന് ദൈവത്തിന് 2 ഉത്തരമില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ദൈവത്തിനുള്ളത്. എന്താണ് ദൈവത്തിൻ്റെ ഉത്തരം? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാസ് വിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഏറ്റു പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാനുഷികമായ പ്രവർത്തനമൊന്നുമില്ല, ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനമൊന്നുമില്ല, ഔഷധത്തിൻ്റെ പ്രവർത്തനമൊന്നുമില്ല. എന്താ സംഭവം? ബൈബിള് 2 തരം പ്രവർത്തനങ്ങളെ പറയുന്നുണ്ട്. ലോകം ഒറ്റ പ്രവർത്തനങ്ങളെ പറയുന്നുള്ളൂ, മാനുഷികമായ പ്രവർത്തനങ്ങളെ പറയുന്നുള്ളൂ. ഒന്നെങ്കിൽ ശാസ്ത്രം, അല്ലെങ്കിൽ ശേഷി, അല്ലെങ്കിൽ ശേമുഷി, ഒന്നെങ്കിൽ മണി, അല്ലെങ്കിൽ മസിൽ. ഇങ്ങനെയുള്ള പ്രവർത്തനമേ മാനുഷികമായിട്ടുള്ളൂ. അവിടെ അത് നടന്നില്ലെങ്കിൽ ആ സംഭവം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം എന്താ പറയണത്? നിങ്ങളുടെ ഈ നാളെ ചത്തുപോണ മനുഷ്യനെക്കുറിച്ച് പറയുന്ന വിഷയമല്ല. 2 തരം ശക്തിയുണ്ട്. ഒന്ന് മാനുഷികമായ ലോകത്തിൻ്റെ ശക്തി, മറ്റേതെന്താണ്? ഉന്നതത്തിൻ്റെ ശക്തി. അതാണ് അമ്മ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ലൂക്കാ 1:35 മാലാഖ പറയുന്ന മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇപ്പം ഞാൻ ആ മകളോട് പറഞ്ഞില്ലേ, കേരളത്തിൽ എല്ലാ ആശുപത്രിയിലും പോയി മകളെ എന്ന് പറയുമ്പോൾ അവൾ നിലവിളിക്കുമ്പോൾ എന്താണ് പറയണത്? നീ പൊയ്ക്കൊള്ളുക, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. അതെന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തിയിലാണ് പറയണത്. അത് ബൈബിളിൽ 2000 കൊല്ലം നമ്മൾ സംഭവിച്ചതല്ല, കൃപാസനത്തിൽ 1 കൊല്ലം മുമ്പ് സംഭവിച്ച വിഷയമാണ്. ഇതാണ് വിഷയം വന്നത്. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല, ഇതന്നെയാണ് വിഷയങ്ങളെല്ലാം. ഓരോ സാക്ഷ്യവും നിങ്ങൾ കേട്ടോ നോക്കൂ, ഓരോ സാക്ഷ്യവും നിങ്ങൾ കേട്ടോ നോക്കൂ. ആൾക്കാർ കൃപാസനത്തിൽ ഇപ്പം എന്തിനാ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാനുണ്ടേ എന്നും ഞാൻ വരുന്നത്. സാക്ഷ്യം പറയാനുണ്ടേ. എന്നിട്ട് അവരെന്ത് വീറോടും വാശിയോടും കൂടിയാണ് അവർ സാക്ഷ്യം പറയണത്. ആരെയൊക്കെ തോൽപ്പിച്ച പോലെയാണ് സാക്ഷ്യം പറയണത്. അവർ തോൽപ്പിച്ചത് ആരെയാണ്? ലോകത്തെ തോൽപ്പിച്ചു. അവർ തോൽപ്പിച്ചത് ആരെയാണ്? മനുഷ്യൻ്റെ ധാരണകളെ തോൽപ്പിച്ചു. അവർ തോൽപ്പിച്ചത് ആരെയാണ്? മനുഷ്യൻ്റെ യുക്തിയെ തോൽപ്പിച്ചു. അവർ ജയിച്ചത് ആരെയാണ്? ദൈവ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ടാണ് അവർ ദൈവ തിരുമനസ്സിനെയാണ് ജയിച്ചത്. അപ്പം
അപ്പം അത്രയും ദൈവത്തിന് സാക്ഷ്യം പറയുകയാണ്. കാര്യം ബൈബിളിലെ ഒരു ശക്തമായൊരു വചനമുണ്ട്. ഇപ്പോൾ ഐസയ വചനങ്ങളിലെ, ഇപ്പം ഐസയ വചനം 42:3, ഐസയ വചനങ്ങൾ 42:3 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മങ്ങിയ തിരി അവൻ കെടുത്തുകയുമില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി അവൻ കെടുത്തുകയില്ല, അവൻ വിശ്വസ്തതയോടെ നീതി പ്രവർത്തിക്കും. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ വായിച്ചതാണ്. ഐസയ 42:3, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. അടുത്ത വചനം ഇതിനേക്കാൾ ശക്തമാണ്. എന്താ പറയണത്? 4 പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ, ഏറ്റു പറഞ്ഞേ, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയില്ല. അവൻ പരാജയപ്പെടുകയില്ല. ഒന്നിനെ പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയില്ല. അവൻ പരാജയപ്പെടുകയില്ല. Praise the Lord. Praise the Lord. ഇനി നമ്മൾ തിരിച്ചു പറയണം. എന്താണ്? ഞാൻ പരാജയപ്പെടുകയില്ലെന്ന് പറയണം. ഞാൻ ദൈവവേദന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരാജയപ്പെടുകയില്ല. പറയുക, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ ദൈവ പൈതലായ ഞാൻ പരാജയപ്പെടുകയില്ല. നമ്മുടെ പൗലോസ് പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ, ഈശോ പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട്. അപ്പോഴേ ഈ ജ്ഞാനസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഹീസ് റെഡി ആൻഡ് വി ആർ ഓൾസോ റെഡി. ഇതാണ് നീതി എന്ന് പറയണത്. അതായത് 12:50 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈശോ സ്വീകരിച്ച ജ്ഞാനസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്താണ്? പിതാവിൻ്റെ മനസ്സിനെ ഏതറ്റം വരെയും സമർപ്പിക്കാൻ ഈശോ കാണിച്ച സമർപ്പണമാണ് ഈശോ നേടിയ നീതി എന്ന് പറയുന്നത്. അതാണ് എന്താണ്? അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞ മക്കളുടെ വീറും വാശിയും കണ്ടപ്പോഴേ അത് വ്യാഖ്യാനിച്ചാണ് ഞാനിവിടെ എത്തിയത്, ഈ വചനത്തിലെത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വചനങ്ങൾ കേൾക്കുമ്പോഴേ, അതായത് ദൈവം മാത്രമാണ് എൻ്റെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ, ഈ അവസ്ഥയിൽ എന്നെ കൈപിടിച്ചുയർത്തിയത് ദൈവം മാത്രമാണെന്ന് പറയുമ്പോഴേ, ആ ദൈവം കൈപിടിച്ചുയർത്താൻ സ്വീകാര്യമല്ലാത്ത ഒരു കാലമായിരുന്നു അവരുടേത്. പ്രസാദകരമല്ലാത്തൊരു കാലമായിരുന്നു അവരുടേത്. ഈ പ്രസാദകരമല്ലാത്ത കാലത്തെ പ്രസാദകരമാക്കാൻ, ഈ സ്വീകാര്യമല്ലാത്ത കാലത്തെ സ്വീകാര്യമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? അമ്മയാണ്. അമ്മ എങ്ങനെ പറഞ്ഞു? അത്തിനെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ലേ ലൂക്കാ 1:35. എന്നിട്ട് അത് കേട്ടപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അത്യുന്നതൻ്റെ ശക്തി, മനുഷ്യന്മാരുടെ ശക്തി, യുക്തിയുടെ ശക്തി, ശാസ്ത്രത്തിൻ്റെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി, പറമ്പിൻ്റെ ശക്തി, പാർട്ടിയുടെ ശക്തി, ഇങ്ങനെ പല ശക്തികൾ ലോകത്തുണ്ട്. അതിനൊന്നും നമ്മൾ ദാസ്യങ്ങളല്ല, അതിനൊന്നും നമ്മൾ ദാസ്യവരെ എടുക്കേണ്ട കാര്യമില്ല. ഓരോരോ കാലത്ത് സഭ പല പല കാര്യങ്ങളിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭ ചെയ്യാത്ത തെറ്റിന് പോലും 10 വോട്ട് നേടാൻ വേണ്ടി സഭയെ പ്രതിഷ്ഠാനത്ത് നിർത്തിക്കൊണ്ട് മറ്റു സമുദായക്കാരുടെ പ്രീണനങ്ങളും അവരുടെ താല്പര്യങ്ങളും എടുത്തുകൊണ്ട് കസേര ഉറപ്പിക്കാൻ വേണ്ടി സഭയെ കരുവാക്കിയിട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അങ്ങനെയുള്ള കാലങ്ങളിലൊന്നും സഭ ആരുടെയും ദാസ്യമാകത്തില്ല. ജ്ഞാനസ്ഥാനം വെള്ളം വീണവനാകാതിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ ദാസിയാകാൻ അല്ലെങ്കിൽ ദാസനാകാൻ കഴിയാത്ത വ്യക്തി ലോകത്തിൻ്റെ ദാസനാകും, അല്ലെങ്കിൽ ദാസിയാകും. അങ്ങനെ ആ അവസ്ഥയിൽ അവരെ അന്ത്യം കുറിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒറ്റ ദാസനേ ഉള്ളൂ. ആരാണ്? ദൈവത്തിൻ്റെ ദാസൻ. അതാണ് അമ്മ പറയണത്. അമ്മ പറഞ്ഞ അസ്വീകാര്യമായ സമയത്തെ എങ്ങനെ അമ്മ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കി,
വിത്ത് എ സിംഗിൾ വേർഡ്. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? എങ്ങനെയാണ് ദാസ്യനാകണത് ഒരു മനുഷ്യൻ? എങ്ങനെയാണ് ദാസിയാകണത് ഒരു സ്ത്രീ? ബിഹോൾഡ് ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. എന്താണ്? അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവവേദനെ എപ്പോഴാണൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി സ്വയം സമർപ്പിതമാകണത്? അവൻ ദൈവത്തിൻ്റെ ദാസനാകും, ദൈവത്തിൻ്റെ ദാസിയാകും. അവന് സ്വീകാര്യമല്ലാത്ത സമയം അവൻ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയം അവന് പ്രസാദകരമാകും. എപ്പോഴാണത്? അവൻ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അസ്വീകാര്യമായ സമയത്തെയും പ്രസാദകരമായ സമയത്തെയും ഞങ്ങൾക്ക് അമ്മയെ പോലെ പ്രസാദകരമാക്കി മാറ്റുന്നതിനായി അമ്മയെ പോലെ അത്യുന്നത ശക്തി ആവശ്യിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനം ജീവിതത്തിലെ നിറവേറ്റാൻ ആവശ്യമായ അഭിഷേകവും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി ആയി മാറുമ്പോഴാണ് അസ്വീകാര്യമായ സമയം സ്വീകാര്യമാകണതും പ്രസാദകമല്ലാത്ത സമയം പ്രസാദകരമായി മാറ്റുന്നതും. അതിൻ്റെ മാതൃകയും മധ്യസ്ഥവുമായാണ് പരിശുദ്ധ അമ്മയെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രമേയം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ദാസൻ ആയാൽ, ഇങ്ങനെ ദാസിയായാൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാം? ദൈവത്തിൻ്റെ ദാസൻ്റെ മുഖമുദ്ര എന്താണ്? ദൈവത്തിൻ്റെ ദാസിയുടെ മുഖമുദ്ര എന്താണ്? നമുക്കറിയാം, സ്നേഹമുണ്ട്, ഇവിടെ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവദാസൻ്റെ ദൈവദാസിയുടെ മുഖമുദ്ര അല്ല. ദൈവത്തിൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ ദൈവദാസിയുടെ ഇപ്പോൾ ദൈവസ്നേഹം, പ്രത്യാശ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസം, അങ്ങനെ തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഇതൊന്നും ദാസൻ്റെ പ്രഖ്യാപിതമായ മുദ്രയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ദാസൻ്റെ അസ്വീകാര്യമായ സമയത്തെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിവുള്ള ദാസൻ്റെ, അല്ലെങ്കിൽ പ്രസാദകരമല്ലാത്ത സമയത്തെ പ്രസാദകരമാക്കി മാറ്റാൻ കഴിവുള്ള ദാസിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ബൈബിൾ തരത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഡലിറ്റി. എന്താണ്? വിശ്വസ്തത. ഈ വിശ്വസ്തതയും ദാസനും തമ്മിൽ, ദാസിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ വായിച്ചിട്ട് സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ ചതഞ്ഞ ഞാങ്കണം ഒടുക്കിയില്ല. പൈസയ 42:3 അവൻ ചതഞ്ഞ ഞാങ്കണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അപ്പം ഈ സുവിശേഷം ഞാൻ ഈ ക്രിസ്മസിന് ധ്യാനിച്ച ഭാഗമാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഒരു സംഭവമില്ല. എന്നുവെച്ചാൽ വേറെ സാധാരണഗതിയിൽ ഞാൻ വ്യാഖ്യാന പുസ്തകങ്ങളൊന്നും നോക്കത്തില്ല. കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ആരാ? കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വ്യാഖ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ വല്ലവരും സത്യത്തിൽ സാധനം എടുത്ത് വ്യാഖ്യാനിച്ചാൽ ബൗദ്ധികമായിട്ട് അക്കാഡമിക്ക് കിട്ടും, പക്ഷേ അതിന് അഭിഷേകം ഉണ്ടാകത്തില്ല. അതിന് ബുദ്ധിയെ മാത്രം ഇങ്ങനെ തെളിച്ച് പ്രകാശിപ്പിക്കും. പക്ഷേ വ്യക്തിയെ അത് അഭിഷേകം ചെയ്തിട്ട് ശക്തി കൊടുത്തിട്ട് വിടുതൽ നൽകുന്നതിന് അത് പര്യാപ്തമല്ല. അതൊരു ക്ലാസ് റൂം തിയോളജി അവിടെ കേട്ട് ബൗദ്ധികമായ ബോധ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകമാണ് വേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെ ഒരു ഹൈന്ദവ സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ സുഖപ്പെട്ടു എന്നും പറഞ്ഞ് വേറൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞു.
ഞങ്ങൾ സാക്ഷ്യത്തെ ഓൺ ചെയ്യണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഓൺ ചെയ്യാത്തതിൻ്റെ കാരണം ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങളത് ഓൺ ചെയ്യണത്. പക്ഷെ ആ വ്യക്തി, ആ സൗഖ്യപ്പെട്ട വ്യക്തി പിന്നീട് നടത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളുണ്ട്. അത് ഗംഭീരമാണ്. ദാറ്റ് മീൻസ് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസം കിട്ടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തീരുമാനിക്കും. ഇവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി തൊട്ടു, കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസറിന് പിന്നെ സീസറിനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എപ്പോഴും കിട്ടും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കണമേ കർത്താവേ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ വെളിപാടുകൾ നൽകുന്ന പറയുന്ന കർത്താവേ, പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേക വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ, യേശുവേ ആരാധന. അപ്പൊ ദാസന്റെ അഥവാ ദാസിയുടെ മുഖമുദ്രയായിട്ട് ഐസയ 42:3 എന്താ പറയണത്? അവൻ അല്ലെങ്കിൽ അവൾ വിലപിക്കുകയോ അതുപോലെ സ്വരമുയർത്തുകയോ ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു ജീവിത പ്രതിസന്ധിയുടെ മുമ്പിലെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വിലപിക്കുക, നിലയം വിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധി, ഇപ്പോൾ രോഗമാകാം, ക്ഷീണമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, ഭർത്താവ് മരിച്ച അവസ്ഥയാകാം, ഭാര്യ മരിച്ച അവസ്ഥയാകാം, കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത അവസ്ഥയാകാം, ഉള്ള കല്യാണം പോയ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സായ അവസ്ഥയാകാം. വാട്ട് എവർ മീ ദ സിറ്റുവേഷൻസ്, ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ വിലപിക്കാം. എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ കയ്യിലെ വളവരെ ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊടുത്തതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ല. അവർക്ക് ലെമൻറ്റേഷൻ നടത്താൻ പറ്റും, വിലപിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ശരി പറയാം, മരിക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ പണിയെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, പോവുകയാണോ, എന്നെയും വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് റിലീവ്ഡ് ആവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന കാലത്തൊക്കെ ഇത് വെക്കുമ്പോൾ ഞാൻ ദൈവമേ എന്നും കൊന്ന് ഇവിടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇനിയെന്നും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ റിലീവ്ഡ് ആവില്ല, അതിന് രക്ഷപ്പെടും. പക്ഷേ അതല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു വിശ്വാസി കൈവരിക്കേണ്ട ഒരു വിശ്വാസി ആരാണ്, ഒരു ദാസി ആരാണ് നിങ്ങൾ അറിയണം. ദാസിയുടെ ഗുണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ദാസൻ്റെ ഗുണമുണ്ട്, അവൻ വിലപിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മയ്ക്ക് ഈ തണുപ്പുള്ള രാത്രി, അതായത് കഠിനമായ ശരീരം കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പുള്ള രാത്രി, ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണവും കേട്ട് ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ ഈ നിസ്സഹായനായി ഒരു വീട് പോലും, ഒരു ചാർത്ത് പോലും ഒപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കൊടുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാതെ നിൽക്കുമ്പോൾ ആരാണ് കരയാത്തത്? ആരും കരഞ്ഞു പോകും. വെറുതെ കുത്തിയിരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ട് ആശുപത്രി കൊണ്ട് ആക്കിയിട്ട് 3 ദിവസമായിട്ട് കിടക്കാതെ വരുമ്പോഴേ നമ്മൾ ആ വാർഡിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയാം, അച്ഛാ ഇത് പെറ്റതിന് മുമ്പേ വന്നില്ല, പെറ്റിട്ട് ഇപ്പം 5 ദിവസമായി, അമ്മായിയമ്മ കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ ഭാര്യയുടെ
അമ്മ കൂടെ ഉണ്ട്. അവർ മാത്രമേ ഉള്ളൂ. മരുമകൻ വന്നില്ല. അവൻ വെള്ളത്തിൻ്റെ പുറമോ അല്ലെങ്കിൽ തോന്നിവാസത്തിലോ ആണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ട് മുഖം പോലും കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം അപ്പോൾ അമ്മായിയമ്മ നമ്മൾ പറയും, അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ അവൻ വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ നിലവിളിക്കും. ഇതാണ് നിലവിളിക്കുക, വിലപിക്കുക എന്ന് പറയുന്നത്. മകൾ മാത്രമല്ല, പക്ഷേ ആ സിറ്റുവേഷൻ ഭയങ്കര സങ്കടകരമാണേ. കാര്യം കെട്ടിച്ച് വിട്ടിട്ട് ഗർഭിണിയായിട്ട് വീട്ടിൽ തിരക്കാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത അത്ര കടുവരമായ ദുഷ്ടന്മാർ ഞാൻ പറഞ്ഞത് കെട്ടാൻ നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കെട്ടിപ്പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവർ വിശുദ്ധരായി ജീവിച്ചേരാൻ. കാര്യം കെട്ടാൻ യോഗ്യതയില്ലാത്തവൻ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വിളി കിട്ടിയപ്പോൾ കെട്ടാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ കല്യാണം കഴിക്കില്ല, കർത്താവിനെ സ്വീകരിച്ചു. അതെന്താണ്? ആ വിളിയുടെ കാലത്ത് ഞങ്ങളത് തിരിച്ചറിഞ്ഞതാണത്. പിന്നീട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നും എന്ത് പറ്റണം? എത്രയോ സന്തോഷമായിട്ട് എത്ര രോഗങ്ങൾ വന്ന് ക്രിസ്മസ് പോലും ഇല്ല ജീവിതത്തിൽ. പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ 6 രോഗങ്ങളായിട്ടാണ് എനിക്ക് അവസ്ഥ, 4 രോഗങ്ങൾ. എന്നിട്ട് ആരോഗ്യം പരാതി പറഞ്ഞു. അതെന്താ കാര്യം? ഈ അമ്മയെടുക്കുന്ന പഠിച്ചതാണ്. അമ്മ എന്താ ചെയ്യണത്? ഈ പാതിരാത്രിക്ക് ഒരു മനുഷ്യൻ പോലും വരണില്ല, തിരക്കണില്ല, മനുഷ്യപ്പറ്റില്ല, ആരും അന്വേഷിച്ച് വരണില്ല. ഞാൻ ബെത്ലഹേമിൽ പോയി അമ്മ പെറ്റുകിടന്ന സ്ഥലം കണ്ടത് അവിടെ ഒരു കുത്തിയിരുന്ന ഈ കൊന്തയിലെ ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ബെത്ലഹേമിലേക്ക് ഞാൻ നോക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ഇതാണ് എന്താ ഹൈ റേഞ്ചിലുള്ള സ്ഥലമുണ്ടല്ലോ നമ്മളെല്ലാവരും ആൾക്കാരൊക്കെ പോകുന്നത്, ഞാൻ മറന്ന സ്ഥലം. അതുപോലെ നല്ല പച്ചപ്പുല്ലിങ്ങനെ പിരിച്ച് നല്ല തണുത്ത പ്രകൃതിയാണ് അവിടെ. അപ്പോൾ വാഗമണ്ണ് പോലെ തന്നെ ഈ സ്ഥലം ഇങ്ങനെ ബെത്ലഹേം, ഞാനിങ്ങനെ ബെത്ലഹേമിന് ഈ പുൽക്കൂട്ട് അമ്മയുടെ ആ പാറയുടെ വലിയൊരു പാറയാണ്. പാറയുടെ ഉള്ളിലാണ് ഈ കാലികളെ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ചരിത്രപരമായിട്ട് പാരമ്പര്യത്തിൽ അമ്മ തിരുപ്പിറവി നടന്ന സംഭവം. നമ്മളവിടെ കൊന്തയിലിട്ട് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ വാഗമൺ പോലെ ഇരിക്കും. എന്താണ്? എല്ലായിടത്തും നല്ല തണുത്ത പച്ചപ്പുള്ള പുല്ല് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ പണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ആ പ്രദേശത്ത് അന്നും ഇല്ല മനുഷ്യർ, ഇന്നും ഇല്ല മനുഷ്യർ. വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു പോയിട്ട്, കാലികളുടെ ഇടയിൽ അകപ്പെട്ടു പോയിട്ട് അവൾ കരഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അതിന് പ്രാകൃതരായ മനുഷ്യരെയാണ് കാണുന്നത്. ആരെ കാണുന്നത്? ഇടയന്മാരെ കാണുകയാണ്. കരയാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ട്. ഭർത്താവിന് നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളെ പെറ്റതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവവേദനേ, നിന്നെ ദാസിയാകാൻ ദൈവം വിളിക്കുന്നു. നീ കരയരുത്. വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ നീ വാരി വലിച്ച് നിലവിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷേ നിനക്ക് കിട്ടിയ പാഠം എന്താണ്? തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇനി ഔഷധപിതാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർത്ത് കാണിച്ചു കൊടുക്കാനും തരപ്പെടുത്തിയെടുക്കാനും ഉള്ള കഴിവില്ല. ദൈവം ചില മനുഷ്യരുടെ കഴിവ് തക്ക സമയത്ത് എടുത്തു കളയും. വലിയ കഴിവുള്ള മനുഷ്യനാണ്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അമ്മയും കുഞ്ഞിനെ കൊണ്ടുപോയി വേറെയും കൂലിയില്ലാത്ത കാലത്ത് 2 കൊല്ലം താമസിച്ച ആളാണ് ഔഷധപിതാവ്. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവം ചിലരുടെ കഴിവെടുത്ത് ചില സമയത്ത് എടുത്തു കളയും. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ല മാർഗ്ഗമില്ല. നിൻ്റെ ഭർത്താവിനെ നിന്നെ നോക്കാനും തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിവുണ്ടേ, പക്ഷെ ചില സമയത്ത് ആ ഓർമ്മ കിട്ടത്തില്ല. എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടൊന്നും ഒക്കത്തില്ല. അയാൾ ചെയ്യും, പക്ഷെ ഒക്കത്തില്ല. പല വേലകളും പല പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒക്കണില്ല. എല്ലാ വലിയ കഴിവുള്ള മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട പോലെ വരും. ഔഷധപിതാവ് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്ക് ഈ അമ്മയും കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി വേറെ ഒരു രാജ്യത്ത് പോയി. അത് വെറുതെ പെരുന്നാളിന് പോയതല്ല. ഊരിപ്പിടിച്ച വാളുമായി ഹെറോദസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുമ്പോൾ മുമ്പേ വീണ് ജീവനം കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി അന്യരാജ്യത്ത് ഈ അമ്മയും കുഞ്ഞിനെയും 2 കൊല്ലം താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ രാത്രി ചങ്കൂറ്റം പോയി, പെറ്റ ദിവസം ചങ്കൂറ്റം പോയി. ഒരു വീട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. ദൈവവേദനേ, നിനക്ക് നിൻ്റെ പണം
നിൻ്റെ ശക്തി, നിൻ്റെ സ്വാധീനം ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നു, അപ്പോഴും നീ കരയരുത് മോളെ. എന്താണ്? അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കരഞ്ഞാൽ ഒരു വിഷയത്തെ, നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് പറയണത്. വചനം പറയണത് ദൈവവചനം നിറവേറ്റുന്നതിൽ, നീതി നിവർത്തിയാക്കുന്നതിൽ, ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ പറയണല്ല, ഐസയ പറയണ വചനങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇപ്പം എന്താ അമ്മ ചെയ്തത്? കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത്? ലൂക്കാ 2:19 അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, കരഞ്ഞില്ല. അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. ഐസയ 42:2 ദാസനാണ്. ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല. കരഞ്ഞില്ലല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് 2:19 ലൂക്കാ 2:19 നമ്മളോട് പറഞ്ഞത് എന്താണ്? മറിയം അട്ലേമാരി പോയപ്പോഴേ കരയേണ്ടതായിരുന്നു. അവിടെ കരയേണ്ടതായിരുന്നു. ഈ പകർന്നു പിടിച്ച മനുഷ്യനെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു. അമ്മയില്ല, അപ്പനില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, ഔഷപിതാവിൻ്റെ പക്ഷത്തൊന്നുമില്ല, സ്വന്തം പക്ഷത്തൊന്നുമില്ല, നാട്ടുകാരും ഇല്ല. കരയേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി വചനം പറയും, അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവനെ പരിശുദ്ധ അമ്മയേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. രണ്ടാമത് ദാസന്റെ സ്വഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം എന്ന് യെശയ്യാ 42:2-3 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ സ്വരമുയർത്തുകയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയോ ഇല്ല. അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല. അതായത് ഞാൻ എപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം, അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ, അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കഷ്ടമായിപ്പോയി. അമ്മനോട് ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ, ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മളെ പറഞ്ഞ് ധ്യാനിക്കണില്ലേ ജപമാലയിൽ? ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി. അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് 2:48. ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ. കാര്യം ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠ ഉണ്ടായിരിക്കണത്? ഈ യേശുവിനെ കയ്യിൽ നിന്ന് ഇപ്പം നസ്രത്ത് വരെ ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ തിരിച്ച് നടക്കുകയാണ്. നസ്രത്ത് എത്തിയില്ല, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നസ്രത്ത് എത്തും. 2 ദിവസത്തെ വഴി നടന്നെത്തി കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത്. അപ്പം അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത്. എന്താണ് ഉത്കണ്ഠ? ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന് ഭയം ഉണ്ടായി. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം ഉണ്ടായി. എന്താണ് ഭയം ഉണ്ടായത്? ഈ നസ്രത്തിലേക്ക് നിന്ന് പോകാതെ കഫർനഹൂമിൽ പോകാണ്ട കാരണം എന്താണ്? ഭയം ഉണ്ടാകാൻ കാരണം എന്താ? 2:20 മത്തായിയുടെ സുവിശേഷം. അതായത് ഹെറോദേസ് ദ ഗ്രേറ്റ്, അയാളുടെ മകൻ അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോൾ ഔസേപ്പിതാവിന് ഭയമായി.
അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി. എന്തിനെക്കുറിച്ചാണ്? അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഭയമായത്. അപ്പോൾ എങ്ങനെ അർക്കലാവോസിൻ്റെ ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഈ അപ്പനും അമ്മയും കൂടി ചിന്തിക്കുന്നത്. അർക്കലാവോസിൻ്റെ ആൾക്കാരെ വന്ന് ഇവനെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ, എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് ഉത്കണ്ഠയും ഔസേപ്പിതാവിന് ഭയവും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ അടി പാർസൽ കണക്കുരിയുടെ അപ്പാതി അപ്പുറം തരും, എന്നിട്ടേ പിന്നെ വിശേഷം പറയത്തുള്ളൂ. കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഈ സിറ്റുവേഷൻ മോശമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി ഈശോ കൊടുക്കണത് എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല. ഈശോയുടെ സ്റ്റാൻഡ് പറയണം, അത് കറക്റ്റാണത്. ഈശോയുടെ സ്റ്റാൻഡ് പറയും, അവസാനം വരെ കുരിശ് വരെ പറയും. കുരിശ് വരെ ഈശോയുടെ സ്റ്റാൻഡ് പറയും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത്? നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ മറിയം ചോദിക്കത്തില്ല. കാര്യം എന്താണ്? അവൾ ദാസിയാണ്, അവളുടെ സ്വരം ഉയരത്തില്ല. അതിനെക്കുറിച്ച് അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ഉയർത്തില്ല. നമ്മൾ വായിച്ചില്ല അത്. എന്താ പറഞ്ഞത്? അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, അവൻ്റെ സ്വരം കേൾക്കുകയുമില്ല. ദിസ് ഈസ് മദറിന് ഇവിടെ സംസാരിക്കാൻ ശരിക്കും. ഞാനെപ്പോഴും അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യരാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും, മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല. അവർ ബഹുമാനമൊക്കെ കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷേ അതും എന്തോ ഒരു ദാസനാകുന്നതിൽ നിന്ന് എന്തുമാത്രം നമ്മളെ മാറ്റും. കാര്യം അമ്മ നമുക്ക് തന്നിരിക്കുന്ന പാഠം എന്താണ്? പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത്. അമ്മ ബേസിക്കായിട്ട് എന്താണ്? ദൈവവചനം. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ്? ദൈവപുത്രൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം? മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, പണ്ടൊക്കെ ഞാൻ കൈയൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. വെള്ളമുണ്ടും പിന്നെ വെള്ള കൈ നീളമുള്ള ഷർട്ട്. അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും, പട്ടത്തിന് പഠിക്കണമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പഠനമാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത്. പട്ടത്തിന് പഠിക്കണമ്പോൾ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ്? മറിയത്തിന് പഠിക്കുക. കാര്യം മറിയത്തിന് പഠിക്കണ എന്തിനാണ്? യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗം അതാണ്. വേറൊരു മാർഗമില്ല. അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കണ വിഷയം കണ്ടില്ലേ? സ്വര ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. 2:49 എന്താ എഴുതിയിരിക്കണത്? ഈശോ അത് പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ദൈവവചനാണ് പറയണത്. ഇതെന്തൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നാണ് ചിന്തിക്കണത്. അതായത് ഞാനവർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണത് എന്താണ്? അത് ദൈവവചനമാണ്.
അപ്പോൾ ദൈവവചനം എന്തിനുള്ളതാണ്? അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞ ദൈവവേദലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അമ്മ ഉള്ളം കാലുമ്പ് ഉച്ചവരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ തത്സമയം പരിശുദ്ധാത്മാവിനെ കിട്ടി ദൈവ തിരുമനസ് അമ്മയെപ്പോലെ നീതിയെ വിജയത്തിലെ എത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്കണ 42:3 അനുസരിച്ച് കൊണ്ട് ചതഞ്ഞ ഞാങ്കണ ഒടിക്കാത്ത മങ്ങിയ തിരി കെടുത്താത്ത വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം